ഇടുക്കി മ്ലാമല നിവാസികളുടെ സ്വപ്നമായിരുന്നു ശാന്തിപാലം. യാഥാർത്ഥ്യമായപ്പോൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്കൂൾ വിദ്യാർത്ഥികളെയും ലീഗൽ സർവീസ് അതോറിറ്റിയെയും ക്ഷണിച്ചില്ലെന്നാണ് ആക്ഷേപം. പ്രളയത്തിൽ തകർന്ന ശാന്തിപാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഫാത്തിമ സ്കൂളിലെ 5 കുട്ടികൾ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് പാലം യാഥാർത്ഥ്യമായത്. 2018 മുതലുള്ള പ്രളയത്തിലാണ് അയ്യപ്പൻകോവിൽ, വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മ്ലാമലയ്ക്ക് സമീപമുള്ള ശാന്തിപാലവും നൂറടിപ്പാലവും തകർന്നത്. തുടർന്ന് മ്ലാമല ഫാത്തിമ ഹൈസ്കൂളിലെ PTA പ്രതിനിധികളും കുട്ടികളും MLA MP മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് നിവേദനങ്ങൾ നൽകി. എന്നിട്ടും നടപടികളുണ്ടായില്ല. 2019 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ 180ാം ജന്മദിനത്തിൽ ഫാത്തിമ സ്കൂളിലെ കുട്ടികൾ തങ്ങളുടെ ദുരിതം വിവരിച്ച് ഹൈക്കോടതിയിലെ എല്ലാ ജഡ്ജിമാർക്കും കത്തുകൾ അയച്ചു. ഈ കത്തുകൾ ലഭിച്ച ജഡ്ജിമാർ മ്ലാമലയിലെ സ്ഥിതിഗതികൾ പഠിക്കുന്നതിന് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. തുടർന്നാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നിട്ടും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഇവരെ അവഗണിച്ചതായാണ് ആക്ഷേപം. ഇന്നലെ പാലം ഉദ്ഘാടനം ഉണ്ടായിരുന്നു. പക്ഷേ പാലം ഉദ്ഘാടനത്തിന് കാരണക്കാരായ സ്കൂളിലെ അന്നത്തെ മാനേജർ ആയിരുന്നിട്ടുള്ള അച്ഛനെയും പിന്നെ അന്നത്തെ പ്രിൻസിപ്പലിനെയും അതിന് കാരണക്കാരായ സ്റ്റുഡൻസിനെ ആരും വിളിച്ചില്ല. പിന്നെ ഇന്നലൊരു ഏകദേശം ഒരു പാർട്ടി പരിപാടി പോലെ ആയിരുന്നു. നിർമ്മാണം തുടങ്ങിയ ശേഷം പലതവണ പാലം പണി മുടങ്ങി. അപ്പോഴെല്ലാം കുട്ടികൾ കൃത്യമായി ഇടപെട്ടു. ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും കുട്ടികൾക്കും ലീഗൽ സർവീസ് അതോറിറ്റിക്കും അഭിവാദ്യമർപ്പിച്ച് നാട്ടുകാർ ബോർഡ് സ്ഥാപിച്ചിരുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.